ജിഷയെ മുൻപ് ബന്ധുവായ യുവാവ് ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്ന് ജിഷയുടെ പിതാവിന്റെ മൊഴി. എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തി മൊഴിയെടുത്തപ്പോഴാണ് അന്വേഷണ സംഘത്തിന് പിതാവ് മൊഴി നൽകിയത്. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ചെരുപ്പും അന്വേഷണ സംഘം പൊതുജനങ്ങൾക്ക് മുൻപാകെ പ്രദർശിപ്പിച്ചു. ജിഷയെ ക്രൂരമായി കൊല ചെയ്ത പ്രതിയെ പിടികൂടാൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചെന്ന് അന്വേഷണ സംഘം പറയുമ്പോഴും അയൽവാസികളെ അടക്കം ചോദ്യം ചെയ്യുന്നത് ഇപ്പോഴും തുടരുകയാണ്. ജിഷയുടെ പിതാവിന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തിയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത്. ജിഷയെ ബന്ധുവായ യുവാവ് മുൻപ് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പിതാവ് മൊഴി നൽകി. ഇതോടെ ബന്ധുവായ യുവാവിനെ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതേസമയം പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ചെരുപ്പ് അന്വേഷണ സംഘം പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. ചെരുപ്പിന്റെ ഉടമസ്ഥനെ കുറിച്ച് സൂചന ലഭിക്കുന്നതിന് വേണ്ടിയാണ് അന്വേഷണ സംഘത്തിന്റെ ഈ നീക്കം. ജിഷയുടെ വീടിന് സമീപം ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി. ജിഷയുടെ വീടിന്റെ പരിസരത്ത് നിന്നും സമീപത്തുള്ള കനാലിൽ നിന്നും സംഘം പരിശോധനയ്ക്കായി മണ്ണും ശേഖരിച്ചു. അയൽവാസികളുടെ വിരലടയാളം ശേഖരിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. ജിഷയെ കൊല ചെയ്യുന്നതിനായി ഉപയോഗിച്ച ആയുധം ഇനിയും കണ്ടെത്താൻ കഴിയാത്തത് അന്വേഷണ സംഘത്തിന്റെ പോരായ്മയായാണ് കണക്കാക്കുന്നത്. സഹിൻ ആന്റണി, റിപ്പോർട്ടർ.